الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തെ ജീവിതം വളരെ ചെറുതാണ്, വളരെ ക്ഷണികമാണ്. മരണശേഷമുള്ള ജീവിതം വളരെ വലുതാണ്, എന്നും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ ആയ മനുഷ്യൻ ഈ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ കരുതേണ്ടതുമാണ്. അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ചാൽ മരണശേഷമുള്ള ജീവിതത്തിൽ അവന് സമാധാനവും സ്വസ്ഥതയും പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി അതനുസരിച്ച് അങ്ങ് ജീവിക്കുക എന്നത് നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ ലക്ഷ്യവുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം? സ്വർഗം കിട്ടുന്ന പ്രവൃത്തി ഏതാണ് എന്ന് സാരം. അപ്പൊ സ്വർഗം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, ഖുൽ ആമൻതു ബില്ലാഹ്, ആമൻതു ബില്ലാഹ് എന്ന് പറയുക. ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. ആമൻതു ബില്ലാഹ് അത് പറഞ്ഞാൽ മാത്രം പോരാ. സുമ്മ ഇസ്തഖിം, സുമ്മ ഇസ്തഖിം, പിന്നെ ചൊവ്വായി നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്യുക. ഇസ്തിഖാമത്ത്. അപ്പോൾ ആമൻതു ബില്ലാഹ് എന്ന് പറയുകയും ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്ന്. എന്താണ് ഇസ്തിഖാമത്ത്? ഈ ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യമാണ്. എന്താ ആമൻതു ബില്ലാഹ് എന്ന് പറയുന്നതിന്റെ താല്പര്യം? ഞാൻ അല്ലാഹുവിൽ ഈമാൻ ഉള്ളവനായിരിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഖാലിഖും റാസിഖും മുഹീം മുമീത്തും ഇലാഹും, എല്ലാം അല്ലാഹുവാണ്. സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഭക്ഷണം തരുന്നതും നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നത് നമ്മൾ പ്രഖ്യാപിക്കണം,
നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കുകയും വേണം. നമ്മൾ നമ്മുടെ സ്വലാത്തിൽ, നമസ്കാരത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഇസ്തിആനത്ത്, സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് പരിപാലിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത് എന്നതാണ്. ആ അള്ളാഹു മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നതിന്റെ ന്യായം. ഖുർആൻ അത് പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹുല്ലദീ ഖലഖക്കും ثم رزقكم ثم يميتكم ثم يحييكم. അല്ലാഹു പറയാം, അല്ലാഹുല്ലദീ ഖലഖക്കും. അല്ലാഹു ആരാണ്? അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചവനായ അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു ഖാലിഖാണ് എന്ന് പറയുന്നത്. ثم رزقكم, പിന്നെ നിങ്ങൾക്ക് റിസ്കിനെ തന്ന അല്ലാഹു, ഭക്ഷണം തന്ന, വിഭവങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ റിസ്കാണ്. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് റിസ്ക് നൽകി. പിന്നെ ثم يميتكم, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നവനായ അല്ലാഹു. ثم يحييكم, പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുന്നവനായ അല്ലാഹു. അപ്പോൾ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് റിസ്ക് നൽകുകയും പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹു, അവനാണ് അല്ലാഹു. ഹൽ മിൻ ശുറകായികും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇൻ. അല്ലാഹു പിന്നെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ശുറകാ, ശരീക്കന്മാർ, പങ്കാളികൾ, ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മനുഷ്യരും ജിന്നുകളും മലക്കുകളും മരങ്ങളും വിഗ്രഹങ്ങളും മരിച്ചുപോയവരും മരിച്ചിട്ടില്ലാത്തവരും ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ആളുകൾക്കുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യം, ഹൽ മിൻ ശുറകായികും, നിങ്ങളുടെ ഈ പങ്കാളികളിൽ ആരെങ്കിലും ഉണ്ടോ മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇൻ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നവരായി എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത നിങ്ങളുടെ പങ്കാളികൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, റിസ്ക് തരുന്നുണ്ടോ, മരിപ്പിക്കുന്നുണ്ടോ, വീണ്ടും ജീവിപ്പിക്കുന്നുണ്ടോ? ആ ചോദ്യം ഇല്ലാതെ മറുപടി ഉള്ളൂ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല അത്. ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി ഉള്ളൂ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാകുന്നു എന്ന്. ശിർക്കിന് ന്യായമില്ല എന്നതിനർത്ഥം, ശിർക്കിന് ഒരു അവകാശവും ഇല്ല എന്നതിനർത്ഥം. കാരണം സൃഷ്ടിച്ചത് അല്ലാഹു, റിസ്ക് നൽകുന്നത് അല്ലാഹു, മരിപ്പിക്കുന്നത് അല്ലാഹു, വീണ്ടും ജീവിപ്പിക്കുന്നത് അല്ലാഹു. ഇതാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മിൽ ഉണ്ടായിത്തീരേണ്ട വിശ്വാസങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട കർമ്മങ്ങളും. അങ്ങനെ ഖുൽ ആമൻതു ബില്ലാഹ് എന്ന് പറയുമ്പോൾ വേണ്ട വിധത്തിൽ അത് പറയുക, എന്നിട്ട് അതനുസരിച്ച് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക. ഖുർആനിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ, റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ, ثم استقاموا പിന്നെ ഇസ്തിഖാമത്തിൽ ജീവിക്കുകയും ചെയ്യുക, ചൊവ്വായി ജീവിക്കുക, വേണ്ട വിധത്തിൽ ജീവിച്ചു പോരുകയും ചെയ്ത ആളുകൾ, ഹറാമും ഹലാലും ഹഖും ബാത്തിലും പാടുള്ളതും പാടില്ലാത്തതും ഒക്കെ ശ്രദ്ധിച്ച് നോക്കി ഹലാലായി ജീവിച്ചു പോരുക, അല്ലാഹു കൽപ്പിച്ച കാര്യമൊക്കെ ചെയ്യുക, അല്ലാഹു വിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ എന്ത് വേണം? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, റബ്ബുനല്ലാഹ് അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയും, അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബ് പറഞ്ഞ മാതിരി നടക്കണ്ടേ? അല്ലാഹുവാണ് റബ്ബ് എന്നതിന്റെ താല്പര്യമാണ് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരൽ, അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കൽ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ, ഇതൊക്കെ അല്ലാഹുവിന്റെ തൃപ്തി, അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, പിന്നെ ആ ദീനിന്റെ താല്പര്യം അനുസരിച്ച് നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്താൽ
തതനസ്സലു അലൈഹിമുൽ മലായിക, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വരും. എന്ത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നറിയാം. അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. വഅബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുകയും സന്തോഷവാർത്ത അറിയുകയും ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരും എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം, ആ ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞത് മരണസമയത്ത് മനുഷ്യർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് എന്നാണ്. അത് മരിക്കാൻ നേരത്ത് ഒരുപാട് ബേജാറുകളും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നല്ല മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന ഒരു സന്തോഷമാണ് മലക്കുകൾ വന്നുകൊണ്ട് ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ബേജാറാണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾ സന്തോഷിച്ചോ, അല്ലാഹു സ്വർഗം തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. നഹ്നു ഔലിയാഉക്കും ഫിൽ, ഇത് ചില പണ്ഡിതന്മാർ അല്ല എപ്പോഴും നമുക്കിങ്ങനെ ഒരു സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ എപ്പോഴും വരികയും പോവുകയും ചെയ്യുന്നതാണ്. അല്ലെ, അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് പറയുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും എന്നൊരു ഹദീസിലുണ്ട്. ആ മലക്കുകൾ ഇറങ്ങി വരികയും അവിടെ സമാധാനം ഉണ്ടാവുകയും അല്ലാഹു തആല അവന്റെ മലൗലായിൽ ഈ ആളുകളെ കുറിച്ച് പറയുകയും ചെയ്യുമെന്നുണ്ട്. അതുപോലെ മലക്കുകൾ വരും, പോകും, പ്രാർത്ഥിക്കും, ഒക്കെ ചെയ്യും. ഇത് ജീവിതത്തിൽ മുഴുവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം തന്നെയാണ്. മനസ്സമാധാനം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. മനസ്സമാധാനം ദുനിയാവിലുള്ള എല്ലാം ചെലവഴിച്ചാലും കിട്ടൂല. അത് ഉള്ളിൽ നിന്ന് കിട്ടാം. ആ ഉള്ളിൽ നിന്ന് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ആളുകൾക്ക് സമാധാനം കൊടുക്കും. അങ്ങനെയും അതിന് വിശദീകരണമുണ്ട്. ആ മലക്കുകൾ പറയുന്നത് എന്താ? നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലും നിങ്ങൾക്കുള്ള സഹായികളാണ്, അല്ലെങ്കിൽ മിത്രങ്ങളാണ്. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആഖിറത്തിലുണ്ട് മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം അവിടെ കിട്ടും സ്വർഗ്ഗത്തിൽ. ഇങ്ങനെ സന്തോഷം പറയാം. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറുർ റഹീമുമായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു ആതിഥ്യമായി കൊണ്ടാണ് ഇത് കിട്ടുന്നത് എന്ന്. ഇതാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്. ഇത് പരലോകത്തിൽ സ്വർഗം, ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്ന, ചോദിച്ചതെല്ലാം കിട്ടുന്ന ഒരു സ്വർഗം. സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ചും ഫലങ്ങളെ കുറിച്ചും മാംസത്തെ കുറിച്ചും മറ്റു വസ്തുക്കളെ കുറിച്ചും ഒക്കെ ഖുർആനിലും ഹദീസിലും വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലുള്ള സാധനങ്ങൾ ദുനിയാവിലുള്ളത് പോലെയല്ല, പേരിലെ സാദൃശ്യമുള്ളൂ. ഒരു കണ്ണ് കൊണ്ടും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കൊണ്ടും കേട്ടിട്ടില്ലാത്തതും മനുഷ്യന്റെ മനസ്സിൽ വിഭാവനം ചെയ്യാൻ, ഓർത്തെടുക്കാൻ കഴിയാത്തതുമായതാണ് സ്വർഗത്തിലുള്ളതെന്നാണ്. ഇപ്പൊ സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം മാതിരിയാവില്ല. സ്വർഗത്തിലെ പഴം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴം മാതിരിയാവില്ല. സ്വർഗത്തിലെ മാംസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാംസം മാതിരിയാവില്ല. എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത്, അതൊക്കെ സ്വർഗത്തിൽ കിട്ടും, അള്ളാഹുവിന്റെ ആതിഥ്യമായിക്കൊണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സമാധാനം വേണം, നമുക്ക് സംതൃപ്തി വേണം, അള്ളാഹുവിന്റെ ദീനിൽ ജീവിച്ചു പോകുവാനുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ വേണം. അതൊക്കെ കിട്ടണമെങ്കിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പല സന്ദർഭത്തിലും നമുക്ക് റബ്ബുനല്ലാഹ് എന്ന് നമ്മൾ പറയും, തർക്കമില്ലല്ലോ, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, മുസ്ലിമീങ്ങൾക്കാണ് തർക്കമില്ല. പക്ഷേ ഇസ്തഖാമു എന്നത് എത്തുമ്പോൾ പ്രശ്നം. ഒരാൾക്ക് അസുഖം വന്നു, അസുഖം വന്നാൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാഉ, ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുമ്പോൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ
അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കുക, നീയാണ് ശിഫ നൽകുന്നവൻ. നീ ശിഫ നൽകിയില്ലെങ്കിൽ ഇത് ശിഫയാവില്ല, സുഖമാവില്ല. അപ്പൊ അതുകൊണ്ട് പടച്ചവനെ നീ ഇത് പൂർണ്ണമായും മാറ്റിക്കൊടുക്കണമെന്ന് ദുആ ചെയ്യുന്നു. അപ്പം അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അതിനാവശ്യമായ ചികിത്സ, മരുന്ന്, മെഡിസിൻ, ഔഷധങ്ങൾ കഴിക്കുക. ഇതാണ് രോഗം വന്നാൽ ചെയ്യാനുള്ളത്. എന്നാൽ ചില ആളുകൾ രോഗം വന്നാൽ മന്ത്രവാദികളുടെ അടുത്ത് പോകും, ചില ആളുകൾ ശിർക്കിന്റെ കേന്ദ്രത്തിലെത്തും, ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ച നേടും. അപ്പോ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞത് പോയില്ലേ? അല്ലാഹുവാണ് റബ്ബ് എങ്കിൽ ആ റബ്ബിനോടാ പറയുന്നത്. ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ചില ആളുകൾ. വേറെ ചില ആളുകൾ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതങ്ങ് മറന്നു പോകും. കള്ളത്തരത്തിൽ പണം ഉണ്ടാകും, മോഷ്ടിക്കും, പലിശ വാങ്ങും, ആളുകളെ ഉപദ്രവിക്കും, മറ്റുള്ളവന്റെ സ്വത്ത് കൈക്കലാക്കും, ഹറാമായ നിലക്കുള്ള ഭക്ഷണം കഴിക്കും. എവിടെ റബ്ബുനല്ലാഹ്? റബ്ബുനല്ലാഹ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കാൻ മതിയല്ലോ, ഹലാലായ നിലക്ക് സമ്പാദിച്ചാൽ മതിയല്ലോ. ആസ്വാദനങ്ങൾ, ആളുകൾക്ക് എപ്പോഴും ആസ്വാദനം വേണം, മനസ്സന്തോഷത്തിന്. ഹലാലായ വിനോദങ്ങളും ആസ്വാദനങ്ങളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാൻ കഴിയും. ഒരു സന്യാസിയുടെ മാതിരി ദുനിയാവൊക്കെ ഉപേക്ഷിച്ച് എപ്പോഴും ഇബാദത്ത്, ആരാധനയായി കഴിയണമെന്നില്ല. ഇസ്ലാമിൽ അല്ലാഹു ഹലാലാക്കിയ എല്ലാം ആളുകൾക്ക് അനുഭവിക്കാം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനൽ റിസ്ഖ്. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള സീനത്ത്, ഭംഗി, അത് ആരാണ് ഹറാമാക്കുന്നത്? വത്വയ്യിബാതി മിനൽ റിസ്ഖ്, നല്ല വിശുദ്ധമായ ഭക്ഷണങ്ങളും ആരാണ് ഹറാമാക്കുന്നത്? ഇസ്ലാമിൽ വിവാഹം ചെയ്യുന്നത് ഹലാലാണ്, പ്രോത്സാഹനജനകമായ കാര്യമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്, താല്പര്യമാണ്. അല്ലാഹു മനുഷ്യനിൽ നിക്ഷേപിച്ച ഒരു വികാരമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ്, പണം സമ്പാദിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ്. അപ്പൊ ഈ ദുനിയാവിൽ ഹലാലായ നിലക്കുള്ള വിനോദങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്, ഇസ്ലാമിൽ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഇതിനിടയിലൂടെ ഹറാമിലൂടെ ഇത് കണ്ടെത്തും. ഹറാമായ വിനോദം, ഹറാമായ ആസ്വാദനം, ഹറാമായ നിലക്കുള്ള സന്തോഷം വരുത്തൽ. അപ്പൊ എവിടെ പിന്നെ സുമസ്തഖാമു എന്നത് ഇസ്തിഖാമത്തില്ലല്ലോ. അപ്പോ അല്ലാഹുവാണ് റബ്ബ് എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന് തൃപ്തിയുള്ളതേ ഞാൻ ചെയ്യൂ എന്ന് ഞാൻ തീരുമാനിക്കണം. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുന്ന, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ പരലോകത്തുണ്ടാകും എന്നത് നമുക്കും സമാധാനിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞ ശേഷം ദഅവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്താണ്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത് മുതൽ 2-3 ആയത്താണ് ഞാൻ പറയുന്നത്. അത് ഹമീം സജദ എന്ന ആ സൂറത്ത്. അടുത്തത് പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, വാക്കാൽ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞവനാണ്. മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, വഅമില സ്വാലിഹൻ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാൾ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആണ്. 3 കാര്യങ്ങളായി ഇവിടെ പറഞ്ഞത്. 3 കാര്യങ്ങളിൽ ഒന്ന് ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ ആളുകളെ പഠിപ്പിക്കുക. മിമ്മൻ ദഅ ഇലല്ലാഹ്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ പേരിൽ പ്രസ്ഥാനങ്ങൾ, സംഘങ്ങൾ, സംഘടനകൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ, മദ്രസകൾ ഒക്കെ ഉള്ളത്. ഇതിനാ ദഅവത്തിന് വേണ്ടിയാണ്. ആ ദഅവത്ത് എന്തിലേക്കാവണം? ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. ഇപ്പൊ ഞാൻ ദഅവത്ത് നടത്താൻ എന്റെ സ്ഥാപനത്തിലേക്ക്,
അതല്ല. എന്റെ പ്രസ്ഥാനത്തിലേക്ക്, എന്റെ ജമാഅത്തിലേക്ക് അതില്ല. ഈ ജമാഅത്തും സ്ഥാപനവും സംഘടനയും പ്രസ്ഥാനവും ഒക്കെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുവാനുള്ള ഒരു ടൂളാണ്, അതിനുള്ള ഒരു മെക്കാനിസമാണ്. അപ്പൊ നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടതും പറയേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതും അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിന്റെ കിതാബിലേക്കാണ്. അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കാണ്. ഇത് തെറ്റിപ്പോയാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ ഇപ്പോ ഒരുപാട് ജാതി മാതിരി ആയിപ്പോയ എല്ലാ നാട്ടിലും. അപ്പൊ എന്താണ് അതിന്റെ കാരണം? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിന് പകരം ദഅവത്ത് ചെയ്യേണ്ട ആളുകൾ അവരുടെ സ്ഥാപനത്തിലേക്കോ അവരുടെ സംഘത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന്റെ പേരിലോ ആളെ ക്ഷണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതിനുള്ള ഒരു ഉപകരണമാണ് സംഘം, പ്രസ്ഥാനം, സ്ഥാപനം എന്നൊക്കെ പറയുന്നത്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സംഗതിയാണ്. അതോടൊപ്പം അമില സ്വാലിഹ, നല്ല കാര്യങ്ങൾ ചെയ്യാം. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞാൻ ദഅവത്ത് ചെയ്യാന്ന് പറഞ്ഞാലോ അത് യാതൊരു ഇഫക്റ്റും ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് അത് പ്രതിഫലം കിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ചെയ്യാത്തത് പറയുന്നത്? ചെയ്യാത്തത് എന്തിനാ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു ചോദ്യം മാത്രമല്ല, അല്ലാഹു ഒരു പ്രസ്താവന പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള, വലിയ കോപമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഹലാലായതേ ഭക്ഷിക്കാവൂ, എന്നിട്ടോ ഞാൻ തന്നെ ഹറാമായത് പോയി തിന്നാലോ? നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. അത് അല്ലാഹുവിലേക്കായിരിക്കണം ദഅവ. അതുപോലെ തന്നെ ആ പ്രവർത്തനം നമ്മൾ പറയുന്നത് വഅമില സ്വാലിഹൻ, അതിന്റെ കൂടെ അമൽ സ്വാലിഹാത്ത് ഉണ്ടാകണം. മൂന്നാമത്തേത് ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയണം. ഞാൻ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിന്റെ നന്മകൾ അവനിൽ ഉണ്ടാകണം. അല്ലാത്തവരോട് പറയണ്ട. കള്ളു കുടിച്ച് നടക്കുന്ന ഒരാൾ ഞാൻ മുസ്ലിമാണ് നമ്മളെ പറയാൻ പറ്റാതെ അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പൊ നല്ലത് ചെയ്യുന്ന ആളുകൾ ആവണം നമ്മൾ. ഇസ്ലാം പ്രചരിച്ചത് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇസ്ലാം എത്തിയത്? ഇസ്ലാം എത്തിയത് അറബിയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു, കച്ചവടക്കാരും ദാവത്തും ഒക്കെ ആയിട്ട്. ആ എണ്ണം പറയുന്നത് എത്ര? സൗത്ത് ഇന്ത്യൻ ഈ കോസ്റ്റിലേക്ക് വന്ന 12 ആളുകളാണ്. മാലിക് ദീനാറും 12 ആളുകൾ, അതൊരു ചരിത്രം പറയുന്നത്. അപ്പൊ അത് ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, 12 ആളുകൾ 1300 കൊല്ലം കൊണ്ട് പെറ്റുപെരുകിയാൽ എത്രയാവും? ഇപ്പൊ കേരളത്തിൽ, ഇവിടുത്തെ എനിക്കല്ല, കേരളത്തിൽ 80 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്, അധികമുണ്ട്. അതാവുന്നല്ലോ. ആളുകൾ സ്വീകരിച്ചതാണ്. ആളുകൾ ഇസ്ലാമിനെ കൂട്ടം കൂട്ടമായി സ്വീകരിച്ചതാണ്. ഇസ്ലാം കലിമ ചൊല്ലി വന്നതാണ്. അങ്ങനെ വരാനുള്ള കാരണം എന്താ? അങ്ങനെ വരാനുള്ള കാരണം ഈ വന്ന ആളുകളെ കാണുന്നൊരു മാറ്റം, നല്ല വിശ്വാസം, തൗഹീദിന്റെ കൃത്യമായ ജീവിത രീതി, നല്ല വൃത്തിയുള്ള സ്വഭാവം, നല്ല സംസാരം, എല്ലാ മനുഷ്യരും ഒരുപോലെ എന്ന പ്രവർത്തനം, ഉന്നതനും താഴ്ന്നവനുമില്ല, തൊട്ടുകൂടാത്തവനും തിരികൂടാത്തവനുമില്ല, പാവപ്പെട്ടവനും പണക്കാരനും എന്ന ഒരു വിവേചനവുമില്ല. അല്ലാഹുവിന്റെ ദീനിൽ എല്ലാവരോടും നീതിയും സത്യവും ധർമ്മവും പാലിച്ചു പോകുന്ന ഒരു പുതിയ അനുഭവം. അത് കണ്ട ആളുകൾ ചോദിച്ചാൽ ഇതെന്താ സംഭവം? അപ്പൊ അവർ പറഞ്ഞ ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു. ആ നബി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് തോന്നി നമുക്ക് പറ്റുമല്ലോ, അത് ഇത്രയും നല്ല ഐഡി, ഇത്രയും നല്ല ബുദ്ധി, ഇങ്ങനെ മനുഷ്യന്മാരെ നന്നാകുമെങ്കിൽ ഞങ്ങളും സ്വീകരിച്ചോട്ടെ. അങ്ങനെ സ്വീകരിച്ചു. അങ്ങനെ ആരും നിർബന്ധിക്കാതെ പ്രലോഭിപ്പിക്കാതെ അങ്ങനെ സ്വന്തം ഇസ്ലാം സ്വീകരിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ, ഫോർഫാദേഴ്സ്, നമ്മുടെ മുമ്പുള്ള ആളുകൾ സ്വന്തം തിരഞ്ഞെടുത്തത്. അതിനെന്ത് വേണം? അതിന് ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നത് പറയാൻ കഴിയുന്ന ജീവിതം നയിക്കണം. എന്നെ നോക്കൂ, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറയാത്തത്. എന്നെ നോക്കൂ, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ടാണ് ഞാൻ കള്ളത്തരത്തിൽ കാശുണ്ടാക്കാത്തത്. എന്നെ നോക്കൂ, ഞാൻ മുസ്ലിമാണ്. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം.
അള്ളാഹു പറയുന്നു തുടർച്ചയായി ഒരുപാട് വിഷയങ്ങളാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവില്ല. ഹസനത്ത് നല്ല കാര്യം, സയ്യിഅത്ത് മോശം കാര്യം തുല്യമാവില്ല. നല്ല വാക്കും ചീത്ത വാക്കും വ്യത്യാസമുണ്ട്. നല്ല പ്രവർത്തനവും ചീത്ത പ്രവർത്തനവും വ്യത്യാസമുണ്ട്. നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും വ്യത്യാസമുണ്ട്. നല്ല പെരുമാറ്റവും ചീത്ത പെരുമാറ്റവും വ്യത്യാസമുണ്ട്. ഇതില് പിന്നെ പറഞ്ഞ ഏറ്റവും നല്ലതായതുകൊണ്ട് നീ പ്രതിരോധിക്കുക. നിന്നെ ഒരാൾ മോശമായി പെരുമാറിയാൽ നീ നല്ലത് കൊണ്ട് മറുപടി കൊടുക്കുക. നിന്നോടൊരാൾ മോശമായി സംസാരിച്ചാൽ നീ നല്ലത് കൊണ്ട് മറുപടി കൊടുക്കുക. അപ്പൊ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ ഉണ്ടാകുക എന്താണ് പറയുന്നത്? നീയും നിനക്കും നിന്നോട് വിരോധവും ഉണ്ടായിരുന്ന ഒരാൾ, അദാവത്ത് ശത്രുത, നിന്നോട് ശത്രുത ഉണ്ടായിരുന്ന ഒരാള് നീ ഇങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ അവൻ വലിയുൻ ഹമീമായി മാറും, ഉറ്റമിത്രമായി മാറും. ഒരു സംഗതി, ഞാൻ ഇയാളെ ഉപദ്രവിച്ചല്ലോ, പകരം ഉപദ്രവിച്ചില്ലല്ലോ, ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിച്ചല്ലോ, അയാൾ എന്നെ പകരം ബുദ്ധിമുട്ടിച്ചല്ലോ. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ പിന്നെ ആ ശത്രു നിന്റെ ഉറ്റമിത്രമായി മാറും. അത് വേറെ ഒന്നും ചെയ്യണ്ട, എതിർക്കാൻ പോണ്ട, ചീത്ത പറഞ്ഞവനെ പകരം ചീത്ത പറയണ്ട. അങ്ങനെ നിങ്ങൾ പോയാൽ ആ ആളുടെ മനസ്സിൽ വരും, അങ്ങനെ അവൻ പശ്ചാത്താപം ഉണ്ടാകും, അവൻ നിന്റെ ഉറ്റമിത്രമായി മാറുകയും ചെയ്യും. അങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുവാൻ നാം പരിശീലിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين. اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയാലും അങ്ങോട്ട് നല്ലത് പെരുമാറാൻ, ഇങ്ങോട്ട് ഉപദ്രവം ലഭിച്ചാൽ അങ്ങോട്ടും നല്ലത് ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അത് വലിയ പരിശീലനം ആവശ്യമുള്ള ഒരു ജീവിത രീതിയാണ്. ഖുർആൻ പറയുന്നത് വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹർബിൻ അദീം. സബറുള്ള ആളുകൾ, ഇല്ലല്ലദീന സബറു, സബറുള്ള ആളുകൾക്ക് മാത്രമേ അത് കിട്ടൂന്ന. ഏത് ഇങ്ങനെ ഒരു സ്വഭാവം. വമാ യുലഖാഹാ ഇല്ലാ ദു ഹർബിൻ അദീം. ഹർബുൻ അദീം, മഹാഭാഗ്യം. അപ്പൊ മഹാഭാഗ്യവാന്മാരായ ആളുകൾക്കും അങ്ങേയറ്റത്തെ സബറുള്ള ആളുകൾക്കും മാത്രമേ ഈ ഒരു സ്വഭാവം കിട്ടൂന്ന. ഇത് എന്ന്. അപ്പൊ നമ്മൾ അങ്ങനെയായി തീരാൻ വേണ്ടി നമ്മൾ പരിശീലിക്കണം. അതെങ്ങനെ പരിശീലിക്കും? നമ്മളെങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാനെന്തിനാ തിരിച്ചു പറയുന്നത്, ഞാനെന്തിനാ എതിർത്ത് പ്രവർത്തിക്കുന്നത്? അവന്റെ മനസ്സിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരണമെന്ന്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഒരു സ്വഭാവം, ഒരു സംസ്കാരം, ഒരു കൾച്ചർ മാറി വരിക എന്നത് ഈ ദഅവത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കല്ലോ, ഈ ഖുർആൻ വലിയ ആശയങ്ങളാണ്, ഒരുപാട് വിവരങ്ങളാണ്, ഇതിന്റെ പരിഭാഷ തീരുമാനം കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവുന്നു. കുറച്ചാളുകളൊക്കെ അങ്ങനെ വായിച്ചു പഠിച്ച് മനസ്സിലാക്കുന്നു. എപ്പോഴും ഒരു ആദർശം, ഒരു സന്ദേശം ആളുകൾ മനസ്സിലാക്കുക, അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എന്ത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സന്ദേശവുമാണ്. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, അവരോട് ചോദിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ഖുലുഖ് എങ്ങനെയാണ്? അപ്പൊ അതിന് പറഞ്ഞ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ്, സ്വഭാവം ഖുർആൻ ആയിരുന്നു
എന്ന്. അതിലേക്ക് നമ്മൾ എത്താൻ പരിശ്രമിക്കുക എന്നത് ആവശ്യമാണ്. നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും പലപ്പോഴും നമ്മുടെ പണവും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുന്നത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണ്. നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത 100 കാര്യങ്ങൾ ചുറ്റുമുണ്ടാകും. അത് വിട്ടേക്കണം. ഒരു ഉപദേശമുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാം, ഇസ്ലാം ജീവിതത്തിൽ ഇസ്ലാമിന്റെ സ്വഭാവം, അത് തർക്കുഹു മാ ലാ യഅനീഹി, അവന് ശ്രദ്ധിക്കേണ്ടതല്ലാത്ത ബന്ധപ്പെടേണ്ടതില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അവൻ്റെതായ, അവൻ ബന്ധപ്പെടേണ്ടതായ, അവനുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധമുള്ള അതല്ലാത്ത കാര്യം വിട്ടേക്കുക. അങ്ങനെ വിട്ടേച്ചാൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇതിന്റെ വിശദീകരണം ആ ഹദീസ് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അൽ അരീഫി, സൗദി അറേബ്യയിലെ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ഖുത്ബ കേട്ടു. അദ്ദേഹം പറഞ്ഞത് എന്നതിൽ എന്തെല്ലാം പെടുന്നതായി. ഒരു ഓഫീസിൽ ചെന്നിരുന്നാൽ അവിടെ കുറെ കടലാസുകളാണ് മേശപ്പുറത്ത്. ചില ആളുകൾ ഇതിങ്ങനെ വായിച്ചു നോക്കും. അത് ഇവൻ്റെതല്ലല്ലോ, അതിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു നോക്കും. ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചാൽ അത് എടുത്ത് നോക്കും, അയാൾക്കാരൊക്കെ അക്കൗണ്ട് ചെയ്ത് വന്നു. വേറെ ഒരാൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ഇതൊന്നും എന്റേതല്ലല്ലോ, നിനക്കിതിന് പണിയില്ലല്ലോ, നിനക്ക് ആളെ പോയി കണ്ട് സംസാരിച്ചു പോരാ. ചില ആളുകൾ അവരുടെ പേപ്പറിൽ എഴുതാനൊക്കെ തുടങ്ങും. അതായത് അപ്പുറത്തെടുത്താണ് പോയിട്ട് ആളുകൾ ചില സാധനങ്ങൾ എടുത്തു നോക്കും. അവനുമായി ബന്ധപ്പെടപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ്. അത് കൾച്ചറാണ്, അത് സ്വഭാവമാണ്, അത് സംസ്കാരമാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അൽ അരീഫി വളരെ വികാരപരമായി പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ സ്വഭാവം. ഒരാളോട് ഫോൺ ചെയ്യുക, അത് അയാളും മറ്റേയാളും തമ്മിലുള്ള സംസാരമല്ലേ. എന്നിട്ട് ആ പറഞ്ഞതിനെ കുറിച്ച് ഇവൻ പിന്നെ ചോദിക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ, അതിനോട് ചോദിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ. അയാൾ ഒരു സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ ഇടയിൽ എന്തിനാ നീ കൂടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ, ചോദിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്തതിനെ വിട്ടേക്കുക, ആവശ്യമില്ലാത്ത സംസാരം ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് നമ്മളൊരു ശീലമാക്കിയാൽ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതും സുമ്മസ്തഖിം എന്ന് പറഞ്ഞതും സുമ്മസ്തഖാമു എന്ന് പറഞ്ഞതും ഒക്കെ പൂർണ്ണമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മോട് പറയുന്ന ഒരു മനസ്സാക്ഷി, ഒരു മനസ്സ്, ഒരു വബീർ നമുക്കുണ്ടെങ്കിൽ നമ്മെ നിയന്ത്രിക്കാൻ ആ മനസ്സിന്റെ പ്രേരണ കൊണ്ട് സാധിക്കും. ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് നമ്മെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കും. അത് ഹറാമാണ് കേട്ടോ എന്ന് നമുക്ക് ഓർമ്മ വരും. അല്ലെ, ഖുർആന്റെ ആയത്തുകൾ ഓതിക്കാൽപ്പിച്ചാൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു ആരാ മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂൻ. ഇന്നാ എന്ന് പറഞ്ഞാല് അതിനുശേഷം പറയുന്ന കാര്യം അതിന്റെ ശേഷം പറയുന്ന കാര്യത്തിൽ പരിമിതമാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് താഴെ പറഞ്ഞ ഗുണമുള്ളവർ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബുകൾക്ക് പേടിക്കും, ഒരു പിടക്കൽ അനുഭവപ്പെടും. പഠിച്ചവൻ ഇത് ഹറാമാക്കിയതാണല്ലോ, ഇത് പഠിച്ചവൻ കാണുന്നതാണല്ലോ, ഇത് അള്ളാഹു പഠിപ്പിച്ചതാണല്ലോ, ഇത് അള്ളാഹുവിന്റെ ദീനാണല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഭയം തോന്നും. ആരെയും മുമ്പിനാണെങ്കിൽ തോന്നണം. അതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഓതിക്കൊടുത്താൽ ആ ആയത്തുകൾ ഈമാന, അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. ഈമാൻ വർദ്ധിപ്പിക്കും. അള്ളാഹിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ കാര്യങ്ങൾ എണ്ണം കൂടുന്നല്ല പറഞ്ഞില്ല, ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ദീൻ വർദ്ധിക്കും, നമ്മുടെ സ്വഭാവം നന്നാവും, കൂടുതൽ അമലുകൾ ചെയ്യും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ
ഇവിടെ അഭിപ്രായം, നമ്മുടെ അഭിപ്രായ പ്രകാരം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ വർദ്ധിപ്പിക്കുമെന്നാണ്. അപ്പൊ സാദത്തും ഈമാന്. പിന്നെ അവരുടെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യുന്നവരാണ്. അവരുടെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യും. അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കുന്ന, അള്ളാഹുവിലേക്ക് മാത്രം എല്ലാം ഏൽപ്പിക്കുന്ന ഒരു മനസ്ഥിതിയിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈമാനും തഖ്വയും ഇസ്തിഖാമത്തും നിലനിർത്തിപ്പോരുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗം കൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾ, നമ്മോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകൾ, ഇന്ന് തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആളുടെ ഒരു മകൻ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയിപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ എത്രയോ രോഗികൾ, പ്രയാസമുള്ളവർ, അവരുടെ രോഗങ്ങളെ അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണം. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമുള്ള ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമുദായവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അതൊക്കെ അതിജീവിക്കാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ولا تحمل علينا إثرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.